അമ്മുക്കുട്ടനെ അമ്മാണിക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പൊ ഈ കഴിഞ്ഞ വീഡിയോസൊക്കെ അരങ്ങേറ്റത്തിന്റെ വീഡിയോസ് ആയിരുന്നു. അപ്പൊ എല്ലാരും അതൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോ നിങ്ങൾ കണ്ട ഈ അരങ്ങേറ്റത്തിന്റെ വീഡിയോസിന് പിന്നില് കുറെ സ്ട്രേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ അത്രയും എത്തിയത്. അപ്പോ ഇന്ന് അരങ്ങേറ്റത്തിന്റെ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയില് ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പൊ ഈ അരങ്ങേറ്റത്തിന്റെ വീഡിയോസിന് പിന്നില് കുറെ സ്ട്രെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് വെക്കേഷൻ തുടങ്ങിയാന്ന് പറയാം. അതായത് ഏപ്രിൽ 1 മുതല് ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു. എല്ലാ ദിവസവും ഉണ്ടാവും കേട്ടോ പ്രാക്ടീസ്. മുടങ്ങാണ്ട് എല്ലാ ദിവസവും ഉണ്ടാവും പ്രാക്ടീസ്. നമുക്ക് വെക്കേഷനിൽ അധികം എങ്ങോട്ടും പോവാനൊന്നും പറ്റിയിട്ടില്ല. ആകെ 2 സ്ഥലം മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ കേട്ടോ. അതെങ്ങനെയൊക്കെയോ പോയതാണ്. അത് ചെറിയൊരു ബ്രേക്ക് കിട്ടിയപ്പോ ഞങ്ങൾ പോയതാണ്. അപ്പോ ഇത് എല്ലാ ദിവസവും ഉണ്ടാവും. അത് രാവിലെ 8 മണി തൊട്ട് ഒരു ചിലപ്പോ വൈകുന്നേരം വരെ ഉണ്ടാവും, അല്ലെങ്കിൽ ഉച്ച വരെ ഉണ്ടാവും. അങ്ങനെ കുറെ സെക്ഷൻസ് ആയിട്ടാണ് ഡാൻസ് ഉള്ളത്. അപ്പോ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ഇങ്ങനെ ഞങ്ങൾ മാറി മാറി വിളിച്ചോണ്ടിരിക്കും. അതായത് ഒരു ഡാൻസ് കഴിഞ്ഞ ശേഷം കുറച്ച് റെസ്റ്റ് കിട്ടും. അപ്പൊ ഞങ്ങൾ ആകെ വയ്യാണ്ടായിട്ടാണ് അവിടെ പോയി ഇരിക്കുക കേട്ടോ. അതായത് നമുക്ക് ഇരിക്കാൻ സമയം കിട്ടുമ്പോ ആകെ ആവശ്യമായിട്ട് വെള്ളമൊക്കെ ഒലിച്ച് ഇത്തിരി വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു വെച്ചാൽ അങ്ങോട്ട് ഇരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ റെസ്റ്റ് ചെയ്യും. അത് കഴിഞ്ഞ് വേറൊരു ബാച്ചിന്റെ ഡാൻസ് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീണ്ടും വിളിക്കും. അങ്ങനെ ഭയങ്കര പ്രാക്ടീസ് ആയിരുന്നു ഈ ഒരു 2 മാസത്തോളം. അപ്പോ ഇതിന്റെ ഒക്കെ റിസൾട്ടാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കൂടെ കണ്ടതൊക്കെ കേട്ടോ. അപ്പോ ഇതൊക്കെ എല്ലാ ബാച്ചിന്റെയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കല് മാഷ് തന്നെയാണ് കേട്ടോ. എല്ലാ ബാച്ചിന്റെയും പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. അപ്പോ എന്റെ ബാച്ചിലുള്ള കുറച്ച് കുട്ടികളുണ്ട്. അപ്പൊ അവരായിട്ട് ഞാൻ നല്ല ഫ്രണ്ട്സായി. ഇത് ഈ ഉച്ചവരെയൊക്കെ പ്രാക്ടീസ് ഉള്ളപ്പോ ഞങ്ങളൊക്കെ കൊണ്ടാക്കുന്നത്, ഈ കുട്ടികളെല്ലാരും കൊണ്ടാക്കുന്നത് അവരുടെ അമ്മമാരാണ്. അപ്പൊ ഈ ഡാൻസ് പ്രാക്ടീസ് കഴിയണവരെ അവരവിടെ താഴെ ഒരു റൂമുണ്ട്. അപ്പൊ അവിടെ അമ്മമാരെല്ലാരും കൂടി ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പൊ അവരും നല്ല ഫ്രണ്ട്സായി. അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു മെയ് തുടക്കത്തിൽ തന്നെ നമുക്ക് പ്രൊമോ വീഡിയോ ഷൂട്ടിങ് വന്നു. അപ്പോൾ ഞങ്ങള് അതിന് ഇവിടെ മേലൂര് അടുത്തൊരു സ്ഥലത്താണ് പോയത്. അപ്പൊ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് 6 മണിക്കാണ് ഷൂട്ടിംഗ് തുടങ്ങുക. അപ്പൊ ഞങ്ങള് രാവിലെ നേരത്തെ ഒരു 5 മണിയൊക്കെ ആയപ്പോ എണീറ്റു. അങ്ങനെ നമുക്ക് തന്നെ മേക്കപ്പ് ചെയ്ത് ചെറുതായിട്ടൊരു ലൈറ്റ് മേക്കപ്പ് ഒക്കെ ആയിട്ട് പോണം. അപ്പൊ നമ്മൾ തന്നെ അങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് വാർമുടിയൊക്കെ വെക്കണം. വാർമുടി, മുല്ലപ്പൂ ഒക്കെ നമുക്ക് വെക്കണം. അപ്പൊ അതൊക്കെ വച്ച് നമുക്ക് പോണായിരുന്നു. അപ്പൊ ആ സമയത്ത് കൃത്യം ആ സമയത്ത് അമ്മാളുവിന് പനിയായിട്ടോ. ഭാഗ്യത്തിനാണ് ഈ ഡാൻസ് പ്രോഗ്രാമിന്റെ അന്ന് വരാഞ്ഞത്. ഒരു 2 ആഴ്ച മുമ്പൊക്കെ ആയിരുന്നു പനി വന്നത്. അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രോഗ്രാമിന്റെ അന്നേക്കും മാറി കിട്ടി. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പോ ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് മേലൂര് അടുത്ത് ഒരു രസ എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ട് ഉണ്ട്. അത് ചാലക്കുടിപ്പുഴയുടെ അടുത്താണ് കേട്ടോ. നല്ല വ്യൂ ആണ്. നല്ല രസമുണ്ട് കേട്ടോ അവിടെ കാണാനായിട്ട്. ഒരു പുതിയൊരു അനുഭവമായിരുന്നു അവിടെ പോയിട്ട്. അപ്പൊ നിങ്ങൾക്കും വേണേൽ അവിടെ വല്ല ഷൂട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോവാം. എനിക്ക് പനിയാണെങ്കിലും മരുന്നൊക്കെ കഴിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായില്ല. അപ്പൊ ഈ പ്രൊമോ വീഡിയോ തന്നെ ഒരു പുതിയൊരു അനുഭവമാണ്. ഇപ്പൊ രാവിലെ 6 മണി തൊട്ട് ഉച്ചയ്ക്ക് അവിടെ നിന്ന് തന്നെ സദ്യയൊക്കെ ഉണ്ടായിരുന്നു. ഉച്ച വരെ ഞങ്ങൾ മാഷിന്റെ ഒപ്പമായിരുന്നു കേട്ടോ. അതൊരു പുതിയൊരു അനുഭവമായിരുന്നു. ഞങ്ങൾ അവിടെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെയൊക്കെ കളിച്ച് ഊഞ്ഞാലൊക്കെ ആടി ഇങ്ങനെ നല്ല രസമായിട്ട് ഇരിക്കായിരുന്നു കേട്ടോ. അപ്പോ ഡ്രസ്സൊക്കെ പല സ്ഥലത്തു നിന്നാണ് എടുത്തത്. അതൊക്കെ മാഷ് തന്നെ പോയി എടുത്തു തരും കേട്ടോ നമുക്ക്. അപ്പോ പിന്നെ നമ്മുടെ പ്രോഗ്രാമിന് അടുത്തപ്പോ ഒരു 2 ദിവസം മുമ്പ് നമുക്ക് എന്താ പറയാ സ്റ്റേജില് റിഹേഴ്സൽ ആയിട്ടോ. അപ്പൊ ഒരു കുറച്ച് ദൂരമുള്ളൂ, കലാഗ്രഹത്തിന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഹോള്. ഇപ്പൊ ഹോളിൽ പോയി ഞങ്ങള് എന്താ പറയാ മറ്റേ തബലല്ല, മൃദംഗം, ഫ്ലൂട്ടൊക്കെ വെച്ചിട്ട് നമ്മള് റിഹേഴ്സലൊക്കെ ചെയ്തു കേട്ടോ.
അപ്പോഴും ഒരു ഭയങ്കര ടെൻഷനായിരുന്നു റിഹേഴ്സൽ ചെയ്തപ്പം കൂടി. അപ്പൊ പിന്നെ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുമ്പോ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. അപ്പൊ രാവിലെ തൊട്ട് ചലങ്കൊക്കെ ഇട്ടാണ് ഞങ്ങള് പ്രാക്ടീസ് ചെയ്തത്, അതായത് റിഹേഴ്സൽ ചെയ്തത്. അത് ഒരു വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അപ്പോ അതിങ്ങനെ പാട്ട് തെറ്റുമ്പോ വീണ്ടും കളിക്കേണ്ടി വരും, ഞങ്ങളെ സ്റ്റെപ്സ് തെറ്റുമ്പോ വീണ്ടും കളിക്കും, അങ്ങനെയായിരുന്നു. അപ്പോ ഒരു ഡാൻസിനെ തീരാൻ കുറെ സമയം എടുത്തു കേട്ടോ. അപ്പൊ അങ്ങനെയായിരുന്നു നമ്മുടെ റിഹേഴ്സലിന്റെ അന്നത്തെ ഒരു അനുഭവം കേട്ടോ. പിന്നെ നമ്മുടെ പ്രോഗ്രാമിന്റെ അന്ന്, പ്രോഗ്രാമിന്റെ തലേ ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എനിക്ക് ഇതിനെ കുറിച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുമ്പോ എന്തായിരിക്കും അവസാനമൊക്കെയാണ് എന്റെ ചിന്ത. ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാമിന്റെ അന്നായി. അപ്പൊ അമ്മാളോന് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അവള് കൂളായിട്ടാണ് കളിച്ചത്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിന്റെ അന്ന് രാവിലെ ഒരു 9 മണിയായപ്പോ നമ്മുടെ മേക്കപ്പ് ഒക്കെ തുടങ്ങി. അപ്പോ ഒരു 5-6 മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തര് ഓരോ ആൾക്കാരുടെ അടുത്താണ് കേട്ടോ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പൊ മേക്കപ്പും ഡ്രസ്സും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ആ വീഡിയോ കാണുമ്പോ തന്നെ അറിയായിരിക്കും. നല്ല ഡ്രസ്സ്, നല്ല മേക്കപ്പ് ആണ് കേട്ടോ. ഡ്രസ്സൊക്കെ സൂപ്പർ ആയിരുന്നു എല്ലാവരുടെ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പുതിയ നല്ല കോമ്പിനേഷനുള്ള കളേഴ്സിലൊക്കെയാണ്. അപ്പൊ ഞങ്ങൾ ചെന്നപ്പോ തന്നെ മേക്കപ്പ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോ രാവിലെ ഇങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കണതാണ് കേട്ടോ. ഞങ്ങളുടെ പ്രോഗ്രാം 3 മണിക്കാണ് തുടങ്ങിയത്, വൈകുന്നേരം 3 മണിക്കാണ് തുടങ്ങിയത് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം നേരത്തെ തുടങ്ങിയെന്നുണ്ടെങ്കിലും കുറെ ഐറ്റംസ് ഉണ്ടായത് കൊണ്ട് 3 മണിക്ക് തുടങ്ങി. പക്ഷെ 10 മണിയായപ്പോഴാണ് അവസാനിച്ചത് കേട്ടോ. കാരണം ഇപ്രാവശ്യം കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ അരങ്ങേറ്റക്കാരുടെ തന്നെ കുറെ ഐറ്റംസ് ഉണ്ടായിരുന്നു. അതായത് ബാച്ച് തിരിച്ച് ഇങ്ങനെ ഒരൈറ്റം തന്നെ ബാച്ച് തിരിച്ചിട്ട്, ഹൈറ്റ് കൂടിയവര്, കുഞ്ഞിപ്പിള്ളേര്, അങ്ങനെയൊക്കെ ബാച്ച് തിരിച്ചിട്ടാണ് ഓരോ ഐറ്റം ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ അരങ്ങേറ്റക്കാരുടെ തന്നെ കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്യും. ലിപ്സ്റ്റിക്ക് ഏറ്റവും അവസാനം ആണ് ഇടുള്ളൂ. അപ്പോൾ ആദ്യം ഞങ്ങൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഓർണമെൻറ്റ്സ് എല്ലാം സെറ്റായി. പിന്നെ ഡ്രസ്സ് ഓരോന്നായിട്ട് ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ ഈ സാരി പോലത്തെ ഒക്കെ അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരും. പിന്നെ നമ്മൾ അൽത്ത ഇട്ടു. പിന്നെ ലാസ്റ്റാണ് പൂവും വച്ചത്. അപ്പോൾ അതാ അമ്മാളുവിൻ്റെ ഡ്രസ്സിൻ്റെ കളർ ഇതാ ഒരു പച്ചയും പിങ്കും ഒരു കോമ്പിനേഷനിലാണ്. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വേറെ കുറേ ഡ്രസ്സുകളുണ്ട് കേട്ടോ. ഇതാ പച്ചയുണ്ട്, പച്ചയുണ്ട്. പിന്നെ കുറേ വേറെ കളേഴ്സൊക്കെ ഉണ്ട്. ഇതാ പിങ്കും വൈറ്റും കൂടി വരുന്നതുണ്ട്. അങ്ങനെ നല്ല നല്ല ഡ്രസ്സുകളായിരുന്നു കേട്ടോ ഇപ്രാവശ്യത്തെ. എൻ്റെ ഒരു പീകോക്ക് ബ്ലൂവും പിങ്കും വരുന്ന കോമ്പിനേഷനിലാണ്. പിന്നെ ഞങ്ങളുടെ അരങ്ങേറ്റത്തിൻ്റെ അന്ന് മുത്തശ്ശൻ, അമ്മുമ്മ, അയച്ചിറ്റ, ഇന്ദ്രമായി, നാനവല്ലിച്ചൻ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഞങ്ങൾ ദക്ഷിണ കൊടുക്കുമായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ മാഷ്ക്ക് ദക്ഷിണ കൊടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിരന്ന് നിൽക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ എല്ലാം നല്ല പാട്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല വെറൈറ്റി, ആരും അധികം കേൾക്കാത്ത പാട്ടുകളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഓരോ ഐറ്റം കഴിയുമ്പോഴും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരിക്കും, ഇവിടെ വന്നിരിക്കും. അതായത് ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല നല്ല പാട്ടുകളാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പന്നകേന്ദ്ര ശയന എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, പഞ്ചരൂപിണി എന്ന് തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അങ്ങനെ കുറേ പാട്ടുകളുണ്ട്. നല്ല വെറൈറ്റി ഡ്രസ്സുകളും വെറൈറ്റി പാട്ടുകളൊക്കെയാണ് ഇപ്രാവശ്യം. പിന്നെ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ ഐറ്റംസും കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞപ്പോൾ ഒരു 10 മണിയായി കേട്ടോ. മംഗളത്തോടെ ഇങ്ങനെ ഞങ്ങളുടെ ഒരു അരങ്ങേറ്റം ഇവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ കുറേ നാളത്തെ കാത്തിരിപ്പും പരിശീലനവുമാണ് ഈ ഒരു അരങ്ങേറ്റം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു വിഷമം തോന്നി. കാരണം ഇത്രയും നാൾ ഒരുമിച്ച് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ പെട്ടെന്ന് ദിവസങ്ങളൊക്കെ അടുത്തു കേട്ടോ.
അപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു സങ്കടം. അത് പിന്നെ എല്ലാ പരിപാടികൾക്കും നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന്റെ സ്റ്റെപ്സും പാട്ടും, അതെ പാട്ട് നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ പാട്ടും സ്റ്റെപ്സും ഒക്കെ കാണാപ്പാടായിട്ടോ. പിന്നെ ഇപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ കയ്യിലൊക്കെ ഇങ്ങനെ ഓരോന്നിങ്ങനെ വരാണ്, എന്താ അറിയില്ല, കാരണം ഇത്ര നാൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കല്ലേ. അതുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ കയ്യിലൊക്കെ എന്തൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മുദ്രകളൊക്കെ. അപ്പൊ അങ്ങനെ ഈ അരങ്ങേറ്റം എന്ന് വെച്ചാൽ ഭയങ്കര വല്ലാത്തൊരു അനുഭവമായിരുന്നു കേട്ടോ, നല്ലൊരു അനുഭവമാണ്. അപ്പം ഇതാണ് നമ്മുടെ അരങ്ങേറ്റത്തിന്റെ പിന്നിലുള്ള സ്റ്റോറി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തണേ. താങ്ക് യു, ബൈ ബൈ, ടേക്ക് കെയർ.